ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ഒറ്റ ഒരു വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു കാരണം കൊണ്ട് ആ മനുഷ്യൻ നരകത്തിലായി. ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ രണ്ട് കൂട്ടുകാർ, ഒരാൾ നല്ല ആബിദാൻ, എല്ലാ ദിവസവും നോമ്പും സ്വലാത്തും നിസ്കാരം ഇങ്ങനെയായി ജീവിച്ചിരുന്ന ആളാണ്. മറ്റൊരാളാണെങ്കിലോ തെറ്റുകൾ ചെയ്തുകൊണ്ട് നടന്ന ആളാണ്. അങ്ങനെ ഒരു ദിവസം ഈ നല്ലവനായ മനുഷ്യൻ നടന്നുകൊണ്ട് പോകുമ്പോഴാണ് മറ്റൊരു മനുഷ്യൻ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നത് കാണുകയും, അപ്പോൾ ആ നല്ല മനുഷ്യൻ തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ വിളിച്ച് പറഞ്ഞു, അല്ല മനുഷ്യ, ഒന്ന് നന്നായിക്കൂടെ, എന്തിനാ ഇങ്ങനെ തെറ്റ് ചെയ്ത് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനുഷ്യനായ ആൾ അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം അങ്ങനെ നടന്നുകൊണ്ട് വരുമ്പോഴാണ് അതേ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ വീണ്ടും ഇങ്ങനെ ഹറാമിയത്തുമായിട്ട് ഇണങ്ങിച്ചേരുകയാണ്. ഈ നല്ലവനായ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, അല്ല മനുഷ്യ, ഇനിയും നന്നായിക്കൂടെ, എന്തിനാ ഇങ്ങനെ തെറ്റ് ചെയ്ത് നടക്കുന്നത്. അങ്ങനെ മൂന്നാമത്തെ ദിവസവും ഈ നല്ലവനായ മനുഷ്യൻ നടന്നുകൊണ്ട് വരുമ്പോഴും ആ മനുഷ്യൻ അതേ ഒരു ഹറാമിയത്തുമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നല്ല മനുഷ്യൻ പറയുന്നത്, എടാ നിന്നോട് എത്ര പ്രാവശ്യമാടാ പറയുന്നത്, ഒന്ന് നന്നായിക്കൂടെ എന്ന് പറയുമ്പോൾ ആ തെറ്റ് ചെയ്ത മനുഷ്യൻ പറയുകയാണ്, അല്ല മനുഷ്യ, എന്നെ നീ ഒഴിവാക്ക്, എൻ്റെ കാര്യം റബ്ബ് നോക്കുകയാണ്, അല്ലാതെ എന്നെ നിരീക്ഷിക്കാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തെറ്റ് ചെയ്ത മനുഷ്യൻ നല്ലവനായ മനുഷ്യനോട് ചോദിക്കുമ്പോൾ ഈ നല്ലവനായ മനുഷ്യനക്ക് ഒരു വിഷമം തോന്നി. എന്താ റബ്ബേ ഇങ്ങനെ പറഞ്ഞത് എന്ന് തോന്നുമ്പോൾ ആ മനുഷ്യൻ, നല്ലവനായ മനുഷ്യൻ പറയുകയാണ്, എടാ നിനക്ക് ഒരിക്കലും അല്ലാഹു പൊരുത്തു തരൂല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആ സ്ഥലത്തിൽ നിന്ന് നല്ലവനായ മനുഷ്യൻ പിരിഞ്ഞുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രണ്ട് ആൾക്കാരെയും അള്ളാഹു റൂഹ് പിടിക്കുകയും ചെയ്തു. രണ്ടാളും മരണപ്പെട്ടു. അങ്ങനെ പടച്ച റബ്ബിൻ്റെ മുന്നിൽ രണ്ടാളെയും ഹാജരാക്കിയപ്പോൾ അള്ളാഹു നേരെ നല്ല മനുഷ്യനോട് ചോദിച്ചു, അല്ല മനുഷ്യ, നിനക്ക് എന്നെ കുറിച്ച് അറിയില്ലായിരുന്നു, ഞാൻ ഗഫൂറാണ്, ഞാൻ റഹീമാണ് എന്നൊക്കെ നിനക്ക് അറിയുമായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് ആ തെറ്റ് ചെയ്ത മനുഷ്യനോട് നിനക്ക് അള്ളാഹു സ്വർഗം തരൂല, നിനക്ക് അള്ളാഹു പൊരുത്തു തരൂല എന്ന് പറഞ്ഞത്? നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്, ഞാൻ റഹീമാണ്, ഞാൻ ഗഫൂറാണ് എന്നൊക്കെ അറിയുമായിരുന്നല്ലോ, പിന്നെ എന്തേ ഇങ്ങനെ ചെയ്തത് എന്ന് ആ നല്ലവനായ മനുഷ്യനോട് പറയുകയും ദോഷം ചെയ്തതായ മനുഷ്യനോട് പറയുകയാണ്, നീ സ്വർഗത്തിലേക്ക് കടക്ക്, ഈ നന്മ ചെയ്ത ആള് നരകത്തിലേക്ക് കടക്കുകയും ചെയ്തു. സത്യത്തിൽ ഈ ഒരു ഹദീസ് പറയുന്നത് കാണുമ്പോൾ അള്ളാഹുവിൻ്റെ മേൽ അറിയാത്ത ഒന്നും പറയാൻ പാടില്ല, അത് വൻദോഷത്തിൽ പെട്ടതാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല എന്ന പരിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ഒരിക്കലും ആശമുറിയാൻ പാടില്ല. അള്ളാഹു കരുണയുള്ളവന്, അവൻ റഹീമാണ്, എന്നെന്നും തെറ്റ് ചെയ്തവൻക്ക് മാഫു നൽകുന്നവനാണ്. എത്രയോ ചരിത്രങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാവങ്ങളെ കരിച്ചു മാറ്റാൻ വേണ്ടി അള്ളാഹുവിനോട് ഇരു കൈകൾ ഉയർത്തിയിട്ട് ചോദിച്ചാൽ അള്ളാഹു മാഫു നൽകുകയാണ്. കാരണം 100 പേരെ കൊന്ന ഒരു മനുഷ്യന് അള്ളാഹു പൊരുത്തു നൽകിയാണ്. ഖബറിൻ്റെ ഉള്ളിൽ പോയി വ്യഭിചരിച്ച മനുഷ്യർക്ക് പോലും അള്ളാഹു പൊരുത്തു നൽകി. ഇങ്ങനെയുള്ള റഹീമായ പടച്ച റബ്ബ് നമുക്കും പൊരുത്തു തരികയാണ് എന്ന ഒരു പ്രതീക്ഷ വേണം. എന്ന ഒരു പ്രതീക്ഷ നമ്മോട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കെപ്പോഴും എല്ലാ കാര്യത്തിനും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഈ നല്ലവനായ മനുഷ്യൻ പറഞ്ഞ വാക്ക്, നിനക്ക് അള്ളാഹു സ്വർഗം തരൂല, നിനക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു തരൂല എന്ന ഒരു വാക്കിൻ്റെ കാരണം കൊണ്ടാണ് ആ മനുഷ്യൻ നരകത്തിലായത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാവങ്ങൾ അതിനെ കറിച്ചു മാറ്റാൻ വേണ്ടി നാം തയ്യാറാവുകയും അള്ളാഹുവിനോട് ഏറ്റു പറയാൻ നാം തയ്യാറാകണം. അള്ളാഹു ഗഫൂറാൻ, അള്ളാഹു റഹീമാൻ. നമുക്കും ഒരു പ്രതീക്ഷ വേണം. അള്ളാഹു നമ്മുടെ ചെയ്തു പോയ പാവങ്ങൾ അള്ളാഹു പൊരുത്തു നൽകുമെന്നുള്ള പൂർണ്ണ ബോധം നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മുടെ ദോഷങ്ങളെ പൊരുത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.